ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ പോണേണ്. പെരുന്നാളായിട്ട് ഞാനൊരു ചക്കപ്പുട്ട് ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഇത്തിരി ചക്ക എടുത്തിട്ടുള്ളൂ, കാരണം എനിക്കൊരാൾക്കുള്ളതാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത്തിരി ചക്ക അരച്ച് പേസ്റ്റാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി എടുക്കാം. ഇതിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കണത്. അപ്പം ഞാൻ പുട്ടുപൊടി അതിനകത്തോട്ട് ഇടുകയാണ്. അളവും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ എടുത്തോട്ടോ. ഇനി കുറച്ച് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ആ ചക്കയുടെ ഇതനുസരിച്ച് പുട്ടുപൊടി നനയാൻ പാകത്തിനുള്ള പുട്ടുപൊടി എടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുക. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമല്ലോ, അതുപോലെ ആഡ് ചെയ്ത് ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മിയിട്ട് നമുക്ക് തേങ്ങയിട്ട് ചുട്ടെടുക്കുക. കണ്ടോ, പാകത്തിന് നനച്ച് ഈ പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് ചക്കയുടെ പേസ്റ്റ് ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നല്ലോണം തിരുമ്മി നനവ് വന്നിട്ടുണ്ട്. അതുപോലെ പാകത്തിന് പുട്ടുപൊടി എടുക്കാം. നല്ല തരിയുള്ള പുട്ടാണ്, നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ. അജിമിസിൻ്റെ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇനിയിപ്പോൾ ഇത് നമുക്ക് തേങ്ങ ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ഞാൻ ചിരട്ട പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. ഇത് മതി, ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ആർക്കെങ്കിലും കറിയോ കോമ്പിനേഷനായിട്ട് എന്തെങ്കിലും തേങ്ങാപ്പാലോ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാനാണ് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. കറി ഇത്ര ഇതില്ല, കാരണം നമുക്ക് മധുരമുള്ള ചക്കയാണെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല ചായയൊക്കെ ഇട്ട് അതിൻ്റെ കൂടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് പാകത്തിന് എല്ലാം ഇനിയിപ്പോൾ നനഞ്ഞ് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പുട്ടുണ്ടാക്കാം. ഇപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് കണ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങ ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ നമുക്ക് തേങ്ങ അധികം ഇടുമ്പോഴാണ് ടേസ്റ്റ്. ഇപ്പം എല്ലാവരും കുറച്ചാണ് കൊണ്ടുവരുന്നത്, കാരണം ഇപ്പോൾ കൊളസ്ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പുട്ടിന് ഇത്തിരി തേങ്ങ അധികം ആവശ്യമുണ്ട്. ഇനി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രയും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചുടാം. കുക്കറിൽ നല്ലോണം ഹീറ്റായി കിടക്കുന്ന ഇതിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി പുട്ടാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങളുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്. ആവിയൊക്കെ വന്നു, നമുക്ക് ഇനി എടുക്കാം. പെട്ടെന്നാവും കേട്ടോ, ഇത് കണ്ട. അപ്പം ഞങ്ങളുടെ ചക്കപ്പുട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ചക്കപ്പുട്ട് റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കണ്ടേ, അപ്പം അന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീല് കിട്ടാൻ വേണ്ടി ഞാനന്ന് ചക്ക വെച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ കഴിച്ചിട്ട് പറയാം ടേസ്റ്റ് ആണോ ഇല്ലേ എന്നൊക്കെ. കണ്ട വെന്തിട്ടുണ്ട്. കൊള്ളാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്തിരി കൂടി മധുരം ഉള്ളതായിരുന്നെങ്കിൽ ഒന്നും കൂടി സൂപ്പറായതിനെ. ഇതിപ്പോൾ ഇത്തിരി മധുര കുറവുള്ള ചക്ക ഇത് പറഞ്ഞുകൊണ്ട് ഒരു എന്താ വെച്ചാൽ മധുരം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ഇതൊരു ചക്ക കൂടി തന്നെയോ അല്ലെങ്കിൽ പഴം കൂട്ടിയോ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാം. കറി കൂട്ടി കഴിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു പാകത്തിനുള്ള മധുരമാണെങ്കിൽ ആ ഒരു ചക്കയുടെ സ്മെല്ലും ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്നിന് ബീഫ് കറി കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് തോന്നണം. ഇതിൻ്റെ കൂടി എല്ലാം ഒരു പരീക്ഷണങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബീഫ് കിട്ടുമ്പോൾ ഇനി ബീഫ് ഫ്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ചക്കയായിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒക്കെ ഇട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാൻ നല്ലൊരു കട്ടൻ ചായ ഇട്ട് കഴിക്കാൻ പോവാണ്. അങ്ങനെ നല്ലൊരു ബ്ലാക്ക് ടീ ഇട്ട് ഞാൻ ഈ പുട്ട് കഴിക്കാൻ പോണേ.
അപ്പോൾ ബീഫ് കറിൻ്റെ കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് തോന്നുന്നു കഴിക്കാൻ പറ്റുമെന്ന്. എനിക്കിവിടെ ബീഫൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ബീഫ് കറി കൂട്ടി ഞാൻ കഴിച്ച് കാണിച്ചു തന്നേനെ. ഓക്കെ ബായ്. അപ്പോൾ ഇത് കഴിച്ചിട്ടൊക്കെ വരാം. എല്ലാവർക്കും ഈദ് മുബാറക്, എല്ലാ ഫ്രണ്ട്സിനും.